ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അത്യാവശ്യം വൈറലായിട്ടുള്ള അരുവിക്കൽ ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ ചേർത്തലയിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ചേർത്തലയിൽ നിന്ന് ഒരു 33 കിലോമീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന ദൂരം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തെ കുറുവിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ്. നമ്മൾ കല്ലറ വഴിയാണ് പോയത്. ഈ റൂട്ട് പിടിക്കുകയാണെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല. പിന്നെ ഓഫീസ് ടൈമും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇട ദിവസം നോക്കിയിട്ടാണ് പോയത്. കാരണം ക്ഷേത്രം ഒരു 2-3 മന്ത്സ് ആയിട്ട് ഭയങ്കര വൈറലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ ഇട ദിവസം നോക്കിയപ്പോൾ സാറ്റർഡേ സൺഡേ തിരക്കുള്ളത് കൊണ്ട് തന്നെ ഇട ദിവസം നോക്കിയിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത്. ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ റൂട്ട് ഇതിന് മുന്നേ പോയിട്ടുണ്ട്. കാരണം കസിൻ്റെ വീട് ഇവിടെ അടുത്തായിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കല്യാണ സമയത്ത് എൻഗേജ്മെന്റ് സമയത്ത് 1-2 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ ക്ഷേത്രത്തിൽ വൈറലായിരുന്നില്ല. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പോയത്. അല്ലാത്തവർക്ക് കുറച്ച് പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം റൂട്ട് ഇത്തിരി ഉള്ളിലോട്ടായതുകൊണ്ട് ഇത്തിരി മെനക്കേട് പിടിച്ച വഴിയാണ്. ഇപ്പൊ ഈ കാണുന്ന റോഡ് ക്ഷേത്രത്തിലേക്കുള്ള പ്രൈവറ്റ് റോഡാണ്. അവിടെ എൻട്രൻസിന്റെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എത്തി. ഇന്നൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു 2 മന്ത്സ് ആയിട്ട് ഇൻസ്റ്റയിൽ റീൽസ് കണ്ടു തുടങ്ങിയ സമയം തൊട്ടേ വരണം എന്ന് വിചാരിക്കുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വരാൻ പറ്റണം. വരാനാണെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല, വന്ന് പോകാവുന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തിയതിൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാനിപ്പോൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമുള്ള ഒരു മഴയൊക്കെയുള്ള സമയത്ത് വരാണെന്നുണ്ടെങ്കിൽ ഇതിലും വെള്ളം ഉണ്ടാവും. ഞാൻ റീസെൻ്റ്ലി യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ആയിട്ട് സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇത്തിരി വെള്ളം ഇപ്പോൾ കുറവാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അല്ലാണ്ട് വന്ന് നമ്മളങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയായിരുന്നു വെള്ളം ഇച്ചിരി കുറവായിരിക്കും എന്ന്. അത് നോക്കിയിട്ടൊക്കെ ആട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി റെയിനി സീസണിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കയറി പോകുന്ന ആ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളമായിരിക്കും. പക്ഷെ അല്ലാണ്ട് ഈ ഒരു അരുവി എപ്പോഴും അവിടെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം വെള്ളം എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് സമയം കളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ അകത്തോട്ട് തൊഴാനൊക്കെ കയറി. കാരണം ഒരു 11 മണി ആവുന്നുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കത്തില്ല. അപ്പം നട അടച്ച് പൂജ നടക്കുമായിരുന്നു. അപ്പം നമ്മൾ അകത്തോട്ടൊക്കെ കയറി. ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ തുല്യ പ്രാധാന്യമുള്ള 2 പ്രതിഷ്ഠകളാണ്. ഒന്ന് ശിവനും ഒന്ന് സുബ്രഹ്മണ്യനുമാണ്. നമ്മൾ നേരെ എൻട്രൻസിൽ കാണുന്ന ശിവന്റെ പ്രതിഷ്ഠ കേട്ടോ. അപ്പം നമ്മൾ നേരെ അവിടെ കയറി നടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. നമ്മൾ തൊഴുത് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും പുറത്തിങ്ങനെ കല്ലിൻ്റെ അകത്ത് കുറച്ച് നാണയങ്ങളൊക്കെ ഒത്തിരി പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പോറ്റിയോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടയടപ്പൊക്കെ കഴിഞ്ഞങ്ങ് പോറ്റിയൊക്കെ ഇറങ്ങുന്ന സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം എന്താണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ പേഴ്സിൽ നിന്നൊരു കോയിൻ എടുത്ത് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങാൻ നേരം അവിടുത്തെ പോറ്റി വിളിച്ചിട്ട് നമുക്ക് അവിടുത്തെ പായസം തന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് പായസം കുടിച്ചതിന് ശേഷം ഇത്രയും മധുരമുള്ളൊരു പായസം കുടിച്ചിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ നിന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കുടിച്ചിട്ട് വിഷ്ണുവിനോട് പറയാം, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നല്ല മധുരമുള്ളൊരു പായസമായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് അമ്പലപ്പുഴ പായസമൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ കമ്പയർ ചെയ്ത് ഞാൻ പറയുന്നല്ല, എങ്കിലും എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ ക്ഷേത്രത്തിനും കുടിക്കുന്നതിനെക്കാട്ടിലും എന്തോ ഒരു പ്രത്യേകത ആ ഒരു പായസത്തിനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ച് നമ്മുടെ വയറും അതുപോലെ തന്നെ മനസ്സും നിറഞ്ഞു എന്ന് പറയാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അങ്ങനെ വന്ന് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് റബ്ബർ തോട്ടങ്ങളൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് അവിടെ പാർക്കിങ്ങിന് വേണ്ടിയുള്ളൊരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര തിരക്ക്, ദേവസ്വം വരെ ഞെട്ടിയിരിക്കുകയാണ് ഈ തിരക്ക് കണ്ടിട്ട്. റീൽസ് ഷെയർ ചെയ്ത് അങ്ങനെ വന്നിട്ടുള്ള തിരക്കാട്ടോ. പുറത്തുനിന്നുള്ള ആൾക്കാരുടെ തിരക്കാണ്. അപ്പം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി ലൊക്കേഷൻ സെർച്ച് ചെയ്ത് തന്നെ വരാൻ നോക്കുക. കാരണം ഇത്തിരി ഉള്ളിലായിട്ട്. അപ്പം നമ്മൾ വഴി പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ ഇത്തരമുള്ള ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമ്മളുടെ കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.